Hi guys, അപ്പോൾ നമ്മൾ ഇന്ന് എക്സൽ കുറെ കൂടെ ഒരു ഡാറ്റ എൻട്രി പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ട കുറച്ച് ഷോർട്ട് കട്ട് കീസ് മെത്തേഡ്സ് ഒക്കെ പഠിപ്പിക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണില്ലേ, ഇത് കണ്ടേ ജനുവരി എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് സെക്ഷൻ അലർട്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഇതിനൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഫിൽ ഹാൻഡിൽ എന്നുള്ള ഒരു ടൂൾ മീൻസ് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളത്. ഞാൻ 1, 2, 3, 4 ഡ്രാഗ് ചെയ്ത് വരുന്ന ഒരു കാര്യം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അതിന്റെ ബാക്കി വർഷനായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടു, നമ്മളൊരു ഡാറ്റ എൻട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഡാറ്റ എൻട്രി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസം സെക്ഷനായി തിരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളിവിടെ ജനുവരി എന്ന് മാത്രം ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ആ കോളത്തിന്റെ റൈറ്റ് കോർണറിൽ താഴെ കോർണറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ഈ കഴ്സർ ഇങ്ങനെ മാറും. ആ മാറുമ്പോൾ അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് എല്ലാത്തിലേക്കും ഇങ്ങനെ ഇപ്പൊ കണ്ടില്ലേ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇവിടെ ഡിസംബർ കഴിഞ്ഞ് പിന്നെയും ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ വരും. ഇതിനെയാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് അടുത്തൊരു സെക്ഷൻ. ഇപ്പൊ പല സെക്ഷൻ ആയിട്ടുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെക്ഷൻ 1 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. സെക്ഷൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് അതിനെ ഡ്രാഗ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും സെക്ഷൻ 1, 2, 3, 4 എന്നുള്ള ആ ഒരു ഇത് അങ്ങനെ വരും. കണ്ടേ, സെക്ഷൻ 1, 2, 3, 4, 1. അതുപോലെയാണ് ഇപ്പൊ ഒരു വർഷം ഇയർ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഞാനിവിടെ 1990 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നോർമൽ കണ്ടീഷനിൽ 1990 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1990 എന്നുള്ളത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ ഇവിടെ ഇപ്പോ ഞാനിത് ജസ്റ്റ് ഇതൊന്ന് എറൈസ് ചെയ്ത് കാണിച്ചു തരാം. അത് ഞാൻ കളഞ്ഞു. ഇവിടെ നോർമലി കണ്ടീഷനിൽ 1990 എന്ന് ടൈപ്പ് ചെയ്താണ്. അതൊരു സംഖ്യ ആയിട്ടാണ് അത് വരും. കണ്ടോ, ഇതിവിടെ ഇത് ഞാനിപ്പോ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ 1990 ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരിക. അതൊരു ഇയർ ആയിട്ട് അത് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്തു. ഞാൻ അടുത്ത ഒരു ഇതൊക്കെ ഈ കീബോർഡിൽ ഏറ്റവും ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് എസ്കേപ്പ് കീ ഉണ്ട്. അതിന്റെ താഴത്തുള്ള ഒരു കീ ഉണ്ട്. ആ ഒരു കീ പ്രസ് ചെയ്യാം. അതൊരു ചെറിയ ഇതാണ്, കാരണം ഒട്ടും അത് കാണിക്കാത്ത ഒരു കീ ആണ്. അത് ടൈപ്പ് ചെയ്യുന്നത് അതൊരു ന്യൂമറിക്കൽ അല്ല, അതൊരു ഡേറ്റ് ആണെന്ന് ഇതിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ 2000 എന്ന് ടൈപ്പ് ചെയ്തു. 2000 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. അപ്പൊ നോക്കിയാൽ അത് അവിടെ തന്നെ നിന്നു. ഓക്കെ, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് പിന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 2001, 2002, 2003, 2004, 2005, 2000 ഇങ്ങനെ വന്നു. ഓക്കെ, മനസ്സിലായി? 2022 വരെയുള്ള കണക്കാണ് നമ്മൾ ചെയ്യുന്നത് തോന്നിപ്പിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ഇത് ഞാൻ ഈ പറയുന്നത് ഇതുപോലെ വളരെ സൂക്ഷ്മമായിട്ട് എഴുതി ചെയ്ത് നോക്കണം. കാരണം ഒരു കാരണവശാലും ഇത് മിസ്സാകാൻ പാടില്ല കേട്ടോ. ഇത് അറിഞ്ഞിരിക്കലും നിർബന്ധമാണ്. പിന്നെ തൊട്ട് താഴെ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. 9:45 AM 1990 ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ടൈം. അപ്പോ ഇപ്പോഴത്തെ ടൈം നമ്മൾ ജസ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. ഇത് വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൺട്രോൾ പ്ലസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സെമികോളം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇതുണ്ട്, ഒരു കീ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോ ഇന്നത്തെ ഡേറ്റ് അതിനകത്ത് ഡിസ്പ്ലേയിൽ വരും. കണ്ടില്ലേ, ഇന്നത്തെ ഡേറ്റ് വരും. ഇപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇത് പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു സെക്ഷൻ ചെയ്ത് നോക്കിക്കാണ് വിചാരിച്ചു. അപ്പോ നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ്. ഇതെന്താ വെച്ചാല് നമ്മൾ ഇന്നത്തെ ഡേറ്റ് നമുക്ക് വേണം. അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ പ്ലസ് ചെയ്ത് പിടിച്ച് സെമികോളം ഇതായി കഴിഞ്ഞാൽ അല്ലേ ഇതിനകത്ത് ഇവിടെ
ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ ഡേറ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. മീൻസ് ഈ മറ്റേ 3, 17, 18, 19 ഇത് ശരിക്കും എങ്ങനെയാ വന്നിരിക്കുന്നത് വെച്ചാൽ 3-ാം മാസമാണ്. അങ്ങനെ എന്താണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഇത് ഡേറ്റ് ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ആഷുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നോക്കിയാൽ അത് നേരെ ഓർഡർ മാറിയിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് ആഷ് അടിച്ചു. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യും. ഇത് ഇങ്ങനെ ഇവിടെ ഈ ആഷ് കാണിക്കാത്തത് ഇവിടെ വിസിബിൾ ആകാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വെക്കാൻ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, 15, 16, 17, 18 അങ്ങനെ ഓരോ ദിവസത്തെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഇതില് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ കഴിഞ്ഞ 1, 2, 3, 4 ഇങ്ങനെ ഫ്രീക്വന്റ് ആയി ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഇതിലൊരു എളുപ്പ മെത്തേഡ് ഉണ്ട്. അത് ഒന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു അല്ലേ, ഒന്ന് ഇവിടെ വന്നു. ജസ്റ്റ് ഇതിന്റെ ഇതിൽ തന്നെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ. ജസ്റ്റ് വിട്ടിട്ട് ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. കണ്ടില്ലേ, ഒന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. ഇതിനെ നമുക്ക് കൺട്രോൾ പ്ലസ് ചെയ്ത് പിടിച്ചിട്ട് ഫിൽ ഹാൻഡ് എന്നുള്ള ഇതിൽ ഉപയോഗിച്ചിട്ട് കൺട്രോൾ പ്ലസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ അപ്പോഴും കിട്ടും നമുക്ക് 1, 2, 3, 4 എന്നില്ല ആ ഒരു. ഇപ്പോ ഇൻ കേസ് നിങ്ങൾ ഇവിടെ 5 ആണ് ടൈപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. 5 ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ 5ന്റെ ഫ്രീക്വന്റ് ആയിട്ട് 5, 10, 15, 20 അങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 5 എന്ന് ടൈപ്പ് ചെയ്തു. തൊട്ടിപ്പുറത്തെ കോളത്തിൽ 10 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ 5, 10 എന്നുള്ള ആ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇതിന് വരും. കാരണം 5, 10, 15, 20. ഓക്കെ, ഇത് ഇത്തരം കാര്യം വ്യക്തമായില്ല. പിന്നെ ഞാൻ ജസ്റ്റ് അടുത്തൊരു പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് ചെയ്ത് വന്നേക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിവിടെ സ്റ്റാർ അടിക്കുന്നു. സ്റ്റാർ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ കണ്ടോ, നമുക്ക് ഈ ഒരു ടേബിൾ മാത്രം സെലക്ട് ആയി. എനിക്ക് ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ സെലക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അതിന് പകരം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർക്ക് ചെയ്ത വർക്ക് അത്രയും ആ ഒരു ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിടിക്കാം. ഓക്കെ, അതിനല്ലാത്തൊരു മാർഗമുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സ്റ്റാർ പ്രസ് ചെയ്ത്, സ്റ്റാർ എന്നാണ് കീബോർഡിൽ 8 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടേബിൾ സെലക്ഷൻ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ നിങ്ങളത് ഓർമ്മ വരണം. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജനുവരി ഇതൊക്കെ വരുന്ന കാര്യം, അതുപോലെ 1, 2, 3 എന്ന് വരുന്ന കാര്യം, 5, 10 എന്ന് വരും. ഈ സെക്ഷൻ ആയിട്ടും അതേപോലെ ഇയർ വരുന്നതും ഡേറ്റ് വരുന്നതും. ഇന്നത്തെ ഡേറ്റ് വരുന്ന കാര്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൺട്രോൾ പ്ലസ് സെമി കോളൻ അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അത് മിസ്സാവരുത്. ആ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ.